ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരുപാട് നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കട്ടെ. കാന്താര മൂവിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഹൈ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കോടികൾ സമ്പാദിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. സോ ആ മൂവിയുമായിട്ടുള്ള ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ അതുമായിട്ട് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മിഥ്യാധാരണയും ഞങ്ങൾക്കില്ല. നമ്മുടെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമ്മുടെ സാമ്പത്തിക ശേഷി വളരെ വലുതായതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ ഫ്രെയിം എടുത്തിട്ട് അതിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവർ ഷൂട്ട് ചെയ്ത ലൈറ്റിങ്ങോ അല്ലെങ്കിൽ അവർ ഷൂട്ട് ചെയ്ത രീതിയോ അവരുടെ കളർ പാലറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫൂട്ടേജ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഞാനൊരു ഫൂട്ടേജ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഫൂട്ടേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒറിജിനൽ ഫൂട്ടേജ്. ആ മൂവിയിലുള്ള ഒരു സീക്വൻസിൽ ഒരു ഷോട്ട് മാത്രമാണ്. സോ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട്, ഫ്രെയിം ടൈറ്റ് ആയതുകൊണ്ട് ഒരാളുടെ കൈയും കുറച്ച് സംഭവങ്ങളും ഇങ്ങനത്തെ ഒരു വളയം ഒക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ വാങ്ങി ഇങ്ങനത്തെ ഷോൾ വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു മോതിരമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചുമ്മാ അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. സോ നമ്മുടെ ഫൂട്ടേജ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ റെഫറൻസ് ഫൂട്ടേജ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നോട്ട്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോകണം. ഓക്കെ, ഞാൻ കുറച്ച് നോട്ട്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, റെഡിയാക്കി വെക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്രിക്കോഷനാണല്ലോ. നമ്മളത് റെഡിയാക്കി വെക്കുന്നു. നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇത് വർക്ക് ആവുമെങ്കിൽ ആവും, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി കുറേ നോട്ട് ഇട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ഇത്ര നോട്ട്സിൻ്റെ ആവശ്യമില്ലയോ, ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ടെങ്കിൽ കളയാലോ. ഇതൊരു ഡിജിറ്റൽ സാധനമല്ലേ. സോ അത് അവിടെ നിൽക്കട്ടെ. ഈ ഫ്രെയിമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. ഇതിൽ ഭയങ്കരമായിട്ടൊരു ക്ലൗഡി ഫീലുണ്ട്, ഒരു മഴക്കാലം അങ്ങനത്തെ ഒരു ഫീലുണ്ട്. അതിനകത്തായിട്ട് അവർക്ക് ലൈറ്റ് കുറവായതുകൊണ്ട് പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ഗോൾഡൻ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫയറിൻ്റെ ലാമ്പോ സംതിങ് എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രേഡിനെ മാറ്റണം. സോ അതിനായിട്ട് നമ്മൾ ലാസ്റ്റ് നോട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് ഫിലിം ലുക്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ നേരെ എന്ത് ചെയ്യാം, ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വലിച്ചിട്ടു. അപ്പോൾ ഒരു വ്യത്യാസം നമ്മുടെ ഫ്രെയിമിൽ കാണാനുണ്ട്. നമുക്കത് വേണ്ട എന്ത് ചെയ്യാം, ഡീഫോൾട്ട് 65 കിടക്കുന്നത്. നമ്മളെന്ത് ജസ്റ്റ് ക്ലീൻ സ്ലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ ആവും. അതായത് എല്ലാം നമ്മൾ ആദ്യം മുതലേ തന്നെത്താൻ ചെയ്തു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കുറച്ചുകൂടി സിനിമാറ്റിക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ലുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതൊരു പഴയകാല മൂവിയാണ്. നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഒരു പഴയകാല മൂവിയാണ്. ആ ഒരു മൂഡിലാണ് ഉണ്ടാവുക. ലൈറ്റ്സ് ഒന്നും ഇല്ല, എല്ലാ ആംബിയൻസും തീയും മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആംബിയൻസിലോട്ട് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലീൻ സ്ലൈറ്റ് എടുത്തിട്ട് പതുക്കെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ഫിലിം ലുക്ക് ബ്ലെൻഡ് എന്നുകൊണ്ട് കാണാം. നിങ്ങൾ എന്ത് ചെയ്യാം, പതുക്കെ ഒന്ന് എൻ്റർ ചെയ്തിട്ട് പതുക്കെ അതിൻ്റെ ബ്ലെൻഡ് ഒന്ന് ഓപ്പൺ ആയി കൊടുക്കുക. അതായത് ഫസ്റ്റ് കിടന്ന സാധനം എന്താണോ അതേപോലെ വരും. ഓക്കെ, കണ്ടില്ല, അതായത് ഫിലിം ലുക്ക് കയറുമ്പോൾ പതുക്കെ ഡെൻസിറ്റി എല്ലാം കട്ടാകാൻ തുടങ്ങും. കളേഴ്സിൻ്റെ ഒരു അതിപ്രസരം അങ്ങോട്ട് കൺട്രോൾ ആകാൻ തുടങ്ങും. നിങ്ങൾ കണ്ടില്ലേ, കണ്ടോ, എല്ലാ റെഡ്സൊക്കെ ഒന്ന് കൺട്രോളായി ഒന്ന് ഇവനാവും. ഫുള്ള് കട്ട് ചെയ്താൽ അത് പ്യുവർലി ഒരു കുറേ ലുക്കിലോട്ട് പോകും. അത്രയ്ക്കൊന്നും വേണ്ട, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്ത് ചെയ്യാം, ഒന്ന് കുറേ കൺട്രോൾ ചെയ്ത് വെക്കാം. നമുക്കൊരു സിനിമാറ്റിക് നിന്നിട്ട് ആക്കി മാറ്റാം. നിങ്ങൾക്കത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റോസ്റ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക, ഹൈലൈറ്റഡ് ചെക്ക് ചെയ്ത് നോക്കുക, വിൻഡേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, വിൻഡേജ് ലുക്സ് നൈസ്. ഓക്കെ ഫൈൻ. ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ നമുക്ക് സിനിമാറ്റിക്കിൽ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. സിനിമാറ്റിക്കിൽ നമ്മൾ ഇട്ടു. ഓക്കെ, നമ്മൾ സ്കിൻ ബയാസ് ഒന്ന് കൺട്രോൾ ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഏകദേശം ആ ഒരു ടോണിലേക്ക് വന്നിട്ടുണ്ട്, ഒരു ഫിലിം ലുക്ക് സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് എക്സ്പോഷറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ നേരെ വന്നിട്ട് എക്സ്പോഷർ ഒന്ന് പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ ഞാൻ കോൺട്രാസ്റ്റിൽ തൊടുന്നില്ല. ആവശ്യം കൂടുതലൂടെ കോൺട്രാസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾക്ക് കയറി നശിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഇനി ഹൈലൈറ്റ്സ് ഒക്കെ ഓക്കെ, ഫെയ്ഡ് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ബ്ലാക്ക് ക്ലിപ്പ് ആവാതിരിക്കാനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി വൈറ്റ് ബാലൻസ്, ഇവിടെ ഒരു വാം ടിൻ്റാണ്. നമ്മുടെ ഫ്രെയിം എടുത്ത് നോക്കാം. തന്നില്ല, ഒരു കൂളായിട്ടാണ് ഔട്ട്സോഴ്സിൽ നിന്ന് വരുന്ന കീ ലൈറ്റ് ഉള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വൈറ്റ് ബാലൻസ് അപ്പോൾ അതൊക്കെ ഒന്ന് കൂളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനവിടെ നിർത്തിയിട്ടുണ്ട്. സ്ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നു, സ്ലൈറ്റായിട്ട് ടിൻ്റ് ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി കൂളാക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ടിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം വൈറ്റ് ബാലൻസിൻ്റെ ഭാഗങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണി കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ താഴേക്ക് വരാം. സ്പ്ലിറ്റ് ഓണിലൊന്ന് പോയി നോക്കാം. ഓക്കെ, സ്പ്ലിറ്റ് ഓണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് പ്രൊട്ടക്റ്റ് ന്യൂട്രൽസ് ഇട്ടിട്ട് എമൗണ്ട് ഒന്ന് ഹൈ ആക്കുക. എന്നിട്ട് ഹ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇറ്റ്സ് ടു മച്ച്, അത്രയൊന്നും വേണ്ട. ഇനി നമുക്ക് കുറച്ച് സബ്ട്രാക്റ്റീവ് സാറ്റുറേഷൻ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്.
സ്ലൈറ്റായിട്ട് മതി. ഓക്കെ, ഇനി നമ്മളൊന്ന് സ്ലൈറ്റായിട്ട് നമ്മുടെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. കുറച്ചൊരു ഹലേഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഹലേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫിലിമിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം. സ്ലൈറ്റായിട്ടൊരു ബ്ലൂം ഇട്ട് കൊടുക്കാം. ബ്ലൂം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ ഭാഗത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഗ്ലോ വരും, അത്രേ ഉള്ളൂ. ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മളിനി ഈ ടോൺ, അതായത് ഈ ഒരു ടോൺ നമ്മളിലേക്ക് വരണം. കണ്ടില്ലേ, നമ്മൾ ആ എക്സാക്റ്റ് എത്തുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു കയ്യിൽ വരുന്ന ലൈറ്റൊക്കെ ഏകദേശം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഇവിടെയുള്ള ടോൺ, ഈ ഹൈലൈറ്റ്, അത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനുണ്ട്. ഇതൊരു മജൻ്റെ ഫീലുണ്ട്. സോ അതൊന്നും എനിക്ക് വർക്കാക്കാനുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് നോഡിലോട്ട് പോകുന്നു. ഞാൻ പ്ലേ സ്റ്റൈൽ ഓഫാക്കിയിട്ട് യൂസ് ചെയ്യുന്നു. ഹൈലൈറ്റിൻ്റെ ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ലോഗ് വീലിൽ പോയിട്ട് ലോഗ് വീൽ നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നത്തിങ് ഹാപ്പൻഡ്. അപ്പോൾ അത് അതിൻ്റെ റേഞ്ച് ഒന്ന് അങ്ങനെ കുറച്ച്, ഫൈൻ. സ്ലൈറ്റായിട്ടൊന്ന് ടീയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും വേണ്ട, ഒരു ഓക്കെ. ഞാൻ അപ്പോൾ ഒന്ന് ഗ്രാബ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഒരു വാം ഗ്രീൻ അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ, വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് ഗ്രാബ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാലും ഉണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഓക്കെ, ഫൈൻ, ഞാൻ ഇതവിടെ നിർത്തുന്നു. ബട്ട് സ്റ്റിൽ ഇതിനൊരു ഓൾ ഓവർ ഒരു ടീൽ ആൻഡ് ഓറഞ്ച് ലുക്ക് ഉണ്ട്. സോ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയ ചെക്ക് ചെയ്താൽ മതി. കണ്ടോ, ഈ ഒരു ഏരിയ, അതായത് ഷാഡോസിൻ്റെയൊക്കെ ഭാഗം വരുമ്പോൾ സ്ലൈറ്റായിട്ടത് ഒരു ടീൽ കളർ കയറുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നോഡ് എടുക്കുന്നു. ഷാഡോസിലോട്ട് പതുക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഷാഡോസിലോട്ട് പതുക്കെ കുറച്ച് ടീൽ കയറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് വിസിബിൾ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സ്ലൈറ്റ് ബിറ്റ്. ഓക്കെ, നമ്മളതിനെ ഗ്രാബ് ഒന്ന് വെച്ച് നോക്കുകയാണ്. സ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ട്, കാരണം ഈ ഒരു ഹൈലൈറ്റ് ഇവിടെ ഇല്ല, ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം എന്തായാലും കാണും. ഓക്കെ, ബട്ട് നമുക്ക് ഈ റെഡ് അത്ര വിസിബിൾ ആവുന്നില്ല. സോ നമുക്ക് ഈ റെഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ, നമുക്ക് റെഡ് എന്ത് ചെയ്യാം, റെഡ് ഒന്ന് പതുക്കുക. ഒരു നെക്സ്റ്റ് നോഡ് എടുത്തിട്ട് റെഡ് ഞാൻ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഹൈലൈറ്റ് ആക്കി ഇത്ര ഏരിയ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊന്നിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് പ്യുവർലി റെഡിലേക്ക് മാത്രം ചുരുക്കുകയാണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു വിൻഡോ ഇട്ട് കൊടുത്തു. എനിക്ക് ഒരുപാട് സ്പേസിലോട്ട് വേണ്ട. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് ട്രാക്ക് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ഓഫ് ആക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഒന്നിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഗ്രാബ് ഒന്ന് ചെക്ക് ചെയ്യണം. റെഡ് നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെന്ത് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ HDR വന്നിട്ട് എക്സ്പോഷർ ഒന്ന് പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം എവിടേക്കോ ഞാൻ എക്സാക്റ്റ് ഒന്നും പറയുന്നില്ല. കണ്ടില്ലേ, എന്തൊക്കെയോ ചെയ്യുന്ന അറിഞ്ഞ പോലെ, അങ്ങനെയല്ല, സോറി, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഇതിനകത്തുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക, വേറെ വഴിയില്ല. എനിക്ക് ഈ മോതിരത്തിലുള്ള കളറും ഭയങ്കരമായിട്ട് പുഷാവുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, മോതിരം കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു വാലിനോട് ഉണ്ടാക്കി ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു വിൻഡോ കൂടി ഇട്ട് ട്രാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാബ് അങ്ങോട്ട് മാറ്റിയിട്ട് ഓക്കെ, ഞാൻ പതുക്കെ അതിൻ്റെ എക്സ്പോഷർ ഒന്ന് സെറ്റ് ചെയ്യണതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, റെഡ്സ് ഒന്ന് സെലക്ട് ചെയ്യണമല്ലോ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, റെഡിൻ്റെ വിഡ്ത്തിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ പതുക്കെ റെഡിൻ്റെ വിഡ്ത്തിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ഓണാക്കുന്നു. പതുക്കെ ഒന്ന് ബ്ലർ സെറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലർ സെറ്റ് ചെയ്തു. ഇതിൻ്റെ എഡ്ജിനുണ്ട് സോഫ്റ്റായി കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാൻ പതുക്കെ HDR പോകുന്നു. എക്സ്പോഷർ പതുക്കെ എടുക്കുന്നു. ഫൈൻ. മേളുള്ള മാസ്കിന് നമ്മൾ ബ്ലർ ഇടണം. നമ്മൾ ഗ്രാബ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റെഡ്സൊക്കെ ഏകദേശം വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഫൈൻ. നമുക്ക് കയ്യിൻ്റെ ഏകദേശം കളറും സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഒരു ചെറിയൊരു ടിൻ്റ് വ്യത്യാസം തോന്നുന്നു വെച്ചാൽ ഇവിടെയാണ്, ഈ ഭാഗത്ത്. പക്ഷെ അത് ലൈറ്റ് ഇല്ല, അതിൻ്റെ പ്രോബ്ലമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിനാണ് ഇവിടെ ഏകദേശം. ഓക്കെ, എനിക്ക് ഇനി ഒരു കൺഫ്യൂഷൻ ഉള്ളത് റെഡ് ഇവിടെ ഇത്രയും കയറി കിടപ്പുണ്ടോ എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാലിനോട് ഉണ്ടാക്കണം. ഞാൻ കർവിൽ പോയിട്ട് ഹ്യൂവിൽ പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഏകദേശം കളർ എവിടെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് റീസെറ്റ് ചെയ്തിട്ട് റെഡിൽ ക്ലിക്ക് ചെയ്യുന്നു. റെഡ് കുറച്ചും കൂടെ പഴയ പോലെ നീക്കി വെക്കുന്നു. എന്നിട്ട് അപ്പോൾ അത് ഒന്ന് മാറ്റി വെക്കുന്നു. അത് ഗ്രീനിലോട്ട് പോയി. ഞാൻ പതുക്കെ ഓക്കെ ഫൈൻ.
അപ്പോൾ ഞാൻ ഏകദേശം നമ്മളവിടെ എത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ വ്യത്യാസമുണ്ട്. ഞാനപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് കുറച്ച് ന്യൂട്രലാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു പാരലൽ നോഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറൈറ്റ്, ഞാനത് പതുക്കെ ഒരു വിൻഡോ ഇട്ടിട്ട് ഇട്ടു. എനിക്ക് വേണ്ട സ്ഥലങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, മാസ്ക് ചെയ്തു. എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പതുക്കുന്ന റേഡിയസ് ഒന്ന് 300 ആക്കി. ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര നമ്മൾ സെലക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ ഹൈലൈറ്റ് ഓഫ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ടോണൊന്ന് ഒരു വാമിന്ന് കുറച്ച് കൂളാക്കി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളോട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മളിനി പതുക്കെ നമ്മുടെ കുറച്ച് ബ്ലാക്സിൻ്റെ കുറച്ച് പരിപാടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓക്കെ, അത് നമ്മളൊന്ന് കുറച്ചും കൂടി പോയിട്ട് ഓൾറൈറ്റ്, നമ്മളൊന്ന് ഗ്രാബ് ചെക്ക് ചെയ്യാം. ഏകദേശം നമ്മളെവിടെയോ എത്തിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിന് കുറച്ചും കൂടി എക്സ്പോഷർ കട്ട് ചെയ്യാനുണ്ട്. ഞാൻ നേരെ ചെടിയാറി പോയിട്ട് പതുക്കെ ഒന്ന് എക്സ്പോഷർ ഒന്നിങ്ങനെ ഞാനൊരു പുതിയൊരു നോഡ് കൂടി ഉണ്ടാക്കുകയാണ്. പാരലൽ, യെസ്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഹൈലൈറ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഹൈലൈറ്റ് ഓൺ ആക്കിയിട്ട് ഓക്കെ ഫൈൻ. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലർ കൈയോട് കൊടുത്തേക്കാം. ഓക്കെ, ഞാനൊരു വിൻഡോ ആഡ് ചെയ്യുന്നു. സ്ലൈറ്റായിട്ട് ഞാനൊന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഫൈൻ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഓഫാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം, ചെടിയാറി പോവാം. ഞാനൊന്ന് ടെമ്പറേച്ചറിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സ്റ്റിൽ ഓഫാക്കി ഞാനൊരു ഡിസേബിൾ ചെയ്ത് ഓണാക്കി നോക്കാം. സ്ലൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഇവിടുത്തെ ഒരു ടോൺ മാറിപ്പോയി, ബ്ലാക്കിലൊരു ടോൺ മാറിപ്പോയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതുമ്പോൾ തൊടാൻ നിൽക്കണ്ട, അല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. വീണ്ടും ഒരു പാരലൽ നോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ട്രാക്ക് ചെയ്യാൻ പോവാണ്. ട്രാക്ക് ചെയ്തു. ഓക്കെ, ട്രാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബ്ലാക്സിൻ്റെ ഏരിയ ഒന്ന് കൺട്രോൾ ചെയ്യാണ്. ഓക്കെ, ഹൈലൈറ്റ് ഓഫാക്കി. എന്നിട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, മേളിൽ കുഴപ്പമില്ല, താഴെ വരുമ്പോഴാണ് കുഴപ്പം. ഇത്രയും വേണ്ട, ഇത്രയും ടീൽ വേണ്ട ആക്ച്വലി. സോ ഞാൻ പതുക്കെ ഒന്ന് കുറക്കുവാണ്. ഓൾറൈറ്റ്, ഓക്കെ. ഞാൻ ഓൾ ഓവർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്ലൈറ്റായിട്ട് അവിടെ പോകുന്നു. നമ്മുടെ ഫിലിമിൽ ക്രിയേറ്ററിൽ വന്നിട്ട് ഞാൻ വൈറ്റ് ബാലൻസ് ഒന്നും കൂടി കുറച്ചുകൂടി കുറക്കുകയാണ്. ഫൈനലായിട്ട് ഓക്കെ, നമ്മുടെ ലുക്ക് സെറ്റായിട്ടുണ്ട്. സോ നമ്മുടെ കുറച്ച് പൊടിക്കൈകളും കൂടി കൂട്ടിയാൽ ഇത് കുറച്ചും കൂടി വൃത്തിയാവും. സോ കുറച്ചും കൂടി ഡൈനാമിക് വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആരും ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് അതങ്ങോട്ട് ചെയ്തേക്കാം. ഗ്രെയിൻ ആഡ് ചെയ്യൽ, നമ്മൾ കുറച്ച് ഗ്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. 35 mm ഗ്രെയിൻ ഇട്ടേക്കുന്നത്. നമുക്ക് അത്രയും ഗ്രെയിൻ്റെ ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളൊരു 65 ആക്കിയിട്ട് ഓക്കെ നമുക്കൊന്ന് കയറ്റി നോക്കാം. ഓക്കെ, നല്ല വൃത്തിയോടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ. ഐ തിങ്ക് നല്ല രസമുണ്ട് ഇതിൻ്റെ ഗ്രെയിൻ, രസമാണ്, ഒരു നല്ല ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫൈനൽ പരിപാടി വിഞ്ഞിറ്റ്. ഓക്കെ, സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താ പറയുക വേണമെന്ന് നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ഇത്രയും ഇമ്പാക്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.